ആരോഗ്യം അമൂല്യം. മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലുകൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റിന്റെ ഫൗണ്ടറും ക്ലിനിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ടി മനോജ് കുമാർ. സാമൂഹിക ആരോഗ്യം എന്നുള്ളത് എത്തുമ്പോൾ അത് ആ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ആ കൾച്ചറിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ്. അവിടെ ഇപ്പോൾ എന്നെ മാതിരി സൈക്യാട്രിസ്റ്റിനോ മാനസിക സ്പെഷ്യലിസ്റ്റിനോ വലിയ റോളില്ല. കാരണം ഈ നോർമൽ ഹെൽത്ത് മാറി അസുഖമായാലാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അസുഖമാണ്. പിന്നെ ഈ രീതിയിൽ ദാരിദ്ര്യം അതെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സാമൂഹിക ആരോഗ്യത്തിന് മാറ്റങ്ങൾ വരുത്തും. പക്ഷെ അത് അപര്യാപ്തമാണ്. സമൂഹ ലെവലിലുള്ള ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ വലിയ മാക്രോ ലെവലിലുള്ള മാറ്റങ്ങൾ വേണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഉദാഹരണം വീട് വയ്ക്കൽ, മദ്യപാനം, മയക്കുമരുന്ന്, ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നം. അത് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ചുമതലയാണല്ലോ. എങ്ങനെ കൺട്രോൾ ചെയ്യണം, ലഭ്യത എങ്ങനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ കയ്യിലല്ല, എല്ലാവരുടെയും ചുമതലയാണ്. ഒരുവിധം മാനസിക രോഗങ്ങളൊക്കെ ഒരു 24 വയസ്സിന് മുൻപേ തന്നെ വരും. 75% മാനസിക രോഗങ്ങളുടെയും തുടക്കം ചെറുപ്പകാലത്താണ്. അപ്പോൾ ചെറുപ്പകാലത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കൂൾ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. തുടർച്ചയായിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതി വേണം. അതിൽ പല എലിമെൻസും ഉണ്ട്. ഏർലി ഡിറ്റക്ഷൻ, അതായത് പ്രശ്നമുള്ള കുട്ടികളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് നേരത്തെ തന്നെ ഒന്നിലോ റെമഡിയൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചികിത്സ കൊടുക്കണം. മൊത്തത്തിലുള്ള കുട്ടികളുടെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്കൂളിനകത്തുള്ള ഒരു സമഗ്രമായിട്ടുള്ള മാനസികാരോഗ്യ പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ചെറുപ്പകാലത്തുള്ള ആ മാനസികാവസ്ഥകൾക്കാണ്. അത് വേണമെങ്കിൽ സ്കൂൾ അധികൃതർക്ക്, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്, ടീച്ചർമാർക്ക് എല്ലാവർക്കും ഇത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തോന്നണം. ഞങ്ങൾ പുറമേ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് എൻട്രി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും ഇത് കരിക്കുലം തീർക്കൽ ആണല്ലോ, അതിനിടയിൽ ഇതിനൊന്നും നമുക്ക് സമയമില്ല, ഇത് നമ്മുടെ ചുമതലയല്ല, ഇത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ചുമതലയാണ്. പാരൻസും പറയും ചിലപ്പോൾ, അല്ല ഞങ്ങൾ സ്കൂളിലേക്ക് വിടുന്നത് അവൻ പഠിച്ച് നല്ല മാർക്ക് കിട്ടാനാണ്. അപ്പോൾ അങ്ങനെയെല്ലാം പല ബ്ലോക്കുകളുമുണ്ട്. അത് മാറിയാൽ വലിയൊരു രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനും അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ആ പ്രിവെൻഷൻ എന്നുള്ള ആസ്പെക്ട് നടക്കണമെങ്കിൽ നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും തന്നെ നമുക്ക് പഠനത്തിനോട് അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് കാര്യങ്ങൾക്കും കൊടുക്കാൻ പറ്റണം. കുട്ടികൾക്ക് മാത്രമല്ല, ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രവർത്തനം കാരണം ഈ കുട്ടികളുടെ പാരൻസ്, ബന്ധുക്കൾ, ടീച്ചർമാർ, അവരുടെ ബന്ധുക്കളൊക്കെ ചികിത്സയ്ക്ക് തയ്യാറായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ മൊത്തം സ്കൂൾ എക്കോസിസ്റ്റത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ശാസ്ത്രത്തിൻ്റെ മനസ്സിലാക്കൽ എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശം, അബ്യൂസ് അല്ലെങ്കിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ, ഇത് വളരെ ചെറുപ്പം തൊട്ടേ നമ്മുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിലേറ്റവും അധികം ഒരു കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നത് സെക്ഷൽ അബ്യൂസ് ആയിരിക്കും. നമുക്കറിയാമല്ലോ, ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് നമ്മുടെ ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. വീടുകളിലും അല്ലാത്തടത്തും ബന്ധുക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. പുറമെ പറയാൻ നമുക്ക് നാണമാണ്, പറഞ്ഞാൽ തന്നെ പോക്സോവും ഒക്കെ ആയിട്ട് പോകാനും മടിയാണ്, പോയാലും കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം സഹിക്കുന്നത് ഈ വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ സെക്ഷൽ അബ്യൂസ് മാത്രമല്ല കേട്ടോ, ഞാനൊരു എക്സ്ട്രീം എക്സാമ്പിൾ പറഞ്ഞതാണ്. ദാരിദ്ര്യം, രക്ഷിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇല്ലിറ്ററസി, ആൽക്കഹോൾ യൂസ്, അച്ഛൻ എപ്പോഴും കുടിച്ചു വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നു, അമ്മയെ തല്ലുന്നു, കുട്ടികളെ തല്ലുന്നു മുതലായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്, ഒന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. ഇതെല്ലാം വളരുന്ന ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സമൂഹത്തിൽ താഴെക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇതിലെ വലിയൊരു വിരോധാഭാസം. അപ്പോൾ അവർക്ക് രോഗങ്ങളും കൂടുതലാണ്, ആ രോഗങ്ങൾ ചികിത്സിക്കാനോ നേരിടാനോ ഉള്ള സാമ്പത്തിക ശേഷിയും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും താഴെക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലുകൾ, ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ടി മനോജ് കുമാർ.